പ്രേക്ഷകരെ നമുക്കറിയാം, ഈ ബംഗ്ലാദേശിൽ ഈ ആരംഭിച്ച അശാന്തി, അവിടെ ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ അശാന്തി അത് തുടരുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെ വീണ്ടും ഒരു ഗുണ്ടാ നേതാവിനെ തല്ലിക്കൊന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. 29കാരനായ അമൃത് മൊണ്ടലിനെയാണ് പിടിച്ചുപറി ശ്രമത്തിനിടെ നാട്ടുകാർ തല്ലിക്കൊന്നത്. സാമ്രാട്ട് എന്നറിയപ്പെടുന്ന അമൃത് മൊണ്ടലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും സാമ്രാട്ട് ബഹിനി എന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. വർഗീയ കൊലപാതകമല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അഖില CP നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. അഖില, ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്ന കലാപം അത് തുടരുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു സംഭവം കൂടി സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? നിലവിലെ സാഹചര്യം എന്താണ് അഖില? സേതു, ആദ്യം തന്നെ ഇതൊരു വർഗീയ കൊലപാതകമല്ല എന്നുള്ളതാണ്. കാരണം ഈ അമൃത് മൊണ്ടലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അത്തരത്തിലൊരു ഗുണ്ടാ നേതാവ് കൂടിയാണ്. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ അമൃത് മൊണ്ടൽ എന്ന് പറയുന്ന സാമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സാമ്രാട്ട് ബാഹിനി എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന്റെ തലവനാണ്. അങ്ങനെ ഈ സാമ്രാട്ടും, ഈ അജിത് മൊണ്ടൽ എന്നറിയപ്പെടുന്ന സാമ്രാട്ടും കൂട്ടാളികളും ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടുകൂടി ഗ്രാമത്തിലെത്തി അവിടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, ഗ്രാമപ്രദേശവാസികളുടെ വീട്ടിൽ കയറി പണം തട്ടാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നവർ ബാക്കിയുള്ള ഗ്രാമവാസികളെ, പ്രദേശവാസികളെയൊക്കെ വിളിച്ചറിയിച്ചു. ഇത്തരത്തിലുള്ള ഒരു പിടിച്ചുപറി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്ന് ഈ അജിത് മൊണ്ടലിനെ പിടികൂടി ഈ പറയുന്നത് പോലെ അതിക്രൂരമായി തല്ലിക്കൊല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു വർഗീയ പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ അജിത് മൊണ്ടലിന്, ഈ അമൃത് മൊണ്ടലിന് ഈ മുൻപും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള 2 കേസുകളിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. മാത്രമല്ല ഈ ഷെയ്ഖ് ഹസീന, കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോയപ്പോൾ ഇയാളും രാജ്യം വിട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ കലാപമെല്ലാം പുനരാരംഭിച്ചപ്പോഴാണ് വീണ്ടും ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഗുണ്ടാ നേതാവാണ് അമൃത് മൊണ്ടൽ. അയാളാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു വർഗീയ പശ്ചാത്തലമില്ല, ഒരു വർഗീയ കലാപമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. സേതു.